ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഷെയ്മ സുഫിയാൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ സ്കിൻ കെയർ വീഡിയോ ഇട്ടപ്പോൾ നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പം ഇന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ ലേറ്റ് ആക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പം ഫേസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? കൂടി പോയി കഴിഞ്ഞാൽ നെക്കിലും കയ്യിലും യൂസ് ചെയ്യും. കാരണം നമുക്ക് അത്രയാണ് പ്രോഡക്റ്റ്സ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ബോഡിയിൽ മൊത്തം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് ബോഡി മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയാൽ മാത്രമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പം മാറിയ ആൾക്കാർ. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കാജൽ, നയൻതാര, ഇവരൊക്കെ സ്കിൻ ടോണ് പഴയ കാലത്തെ സ്കിൻ ടോണും ഇപ്പോഴത്തെ സ്കിൻ ടോണും നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് ഡിഫറൻസാണ് ഉള്ളത്. ഡീപ്പർ സ്കിൻ ടോണിൽ നിന്നാണ് അവരിപ്പം ഫെയർ സ്കിൻ ടോണിലേക്ക് മാറിയത്. അത് മേക്കപ്പ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് നമ്മുടെ യൂസ് ചെയ്തുകൊണ്ടോ അല്ല, അവരുടെ ബോഡി മൊത്തത്തിലുള്ള പിഗ്മെൻറ്റേഷൻ മാറിയതാണ്. ഈ പിഗ്മെൻറ്റേഷൻ മാറാൻ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടത്തയോൺ എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് 3 അമിനോ ആസിഡുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത്. അത് 3 തരത്തിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് IV ഷോട്ട്സ് എന്ന് പറയും, രണ്ടാമത്തത് ടാബ്ലറ്റ്സ്, മൂന്നാമത്തത് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രീമും സിറംസൊക്കെ. അപ്പം ഈ 3 വഴിയിൽ ഫസ്റ്റത്തെ നോക്കിക്കഴിഞ്ഞാൽ IV ഷോട്ട്സ്. ഇതെന്ന് വെച്ചാൽ ഇഞ്ചക്ഷനാണ്, നമ്മുടെ ബോഡിയിൽ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒന്നാണ് IV ഷോട്ട്സ്. ബട്ട് അത് അതാണ് ഈ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ഇഞ്ചക്ഷൻ എന്നുണ്ട് 8,000 to 10,000 ഉള്ളിൽ. പക്ഷേ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രം പോരാ, ഒരുപാട് കാലം ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹ്യൂജ് ഡിഫറൻസ് കാണാൻ പറ്റും. പക്ഷേ അത് ഭയങ്കര എഫക്റ്റീവാണ്. വേഗം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും IV ഷോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഇഞ്ചക്ഷൻ തരുന്നത്. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ടാബ്ലറ്റ്സ് ആണ്. ടാബ്ലറ്റ്സ് എക്സ്പെൻസീവ് സൈഡും അല്ല, അഫോർഡബിൾ സൈഡും അല്ല, ഒരു മിഡിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് വേഗം റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാബ്ലറ്റ്സ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ക്രീംസും സിറമാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഫേസിലും കയ്യിൽ നമ്മൾ എവിടെയാണോ അത് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടേ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നല്ല, ചെറിയ റേറ്റിന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് ടാബ്ലറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മറ്റു രണ്ടും നമ്മൾ നോക്കുന്നില്ല. ഒന്ന് എക്സ്പെൻസീവ് സൈഡാണ്, ഒന്ന് നമുക്ക് ചെറിയ ഡിഫറൻസേ തരുന്നുള്ളൂ. അപ്പോൾ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നതും നമുക്ക് വേഗം എഫക്റ്റീവ് ആവുന്ന ഒരു പ്രോഡക്റ്റാണ്. ടാബ്ലറ്റ്സ് നമ്മൾ ഇൻടേക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ബോഡിയിലുള്ള മൊത്തത്തിലുള്ള പിഗ്മെൻറ്റേഷനാണ് മാറുന്നത്. അപ്പോൾ ഞാനിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാ ടാബ്ലറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ ടാബ്ലറ്റ്സ് ആണ്. ഇതിൽ 500 mg ആണ് ഗ്ലൂട്ടത്തയോൺ അടങ്ങിയിട്ടുള്ളത്. അതുമല്ലാതെ ഇതിൽ വിറ്റമിൻ സിയും ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഗ്ലോയും ബോഡിയിലുള്ള മൊത്തത്തിലുള്ള പിഗ്മെൻറ്റേഷനാണ് കുറക്കുന്നത്. അപ്പോൾ ഇത് എഫോവസെൻ്റ് ടാബ്ലറ്റ്സ് ആണ്. എഫോവസെൻ്റ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പം ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അലിയിക്കുന്ന ഒരു ടാബ്ലറ്റ്സ് ആണ്. 2 തരത്തിൽ നമുക്ക് ടാബ്ലറ്റ്സ് ഉണ്ട്. സാധാ ക്യാപ്സ്യൂൾ ടൈപ്പും ഉണ്ട്, ഇതുപോലെയുള്ള എഫോവസെൻ്റ് ടാബ്ലറ്റ്സും ഉണ്ട്. ക്യാപ്സ്യൂൾ ടൈപ്പ് ടാബ്ലറ്റ്സ് കഴിക്കുന്നവർക്ക് ചെറിയൊരു എന്താ പറയുക ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ബ്ലോട്ടിങ് പ്രോബ്ലം വരുന്നുണ്ട്. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് അത് നോക്കി, കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം ഇത് നമുക്ക് ഡിസോൾവ് ആവാൻ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടാബ്ലറ്റ്സ് വരുന്നത്. ഇത്രയും വലിയ റൗണ്ടാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എന്ന് വെച്ചാൽ 250 ml വാട്ടറിലാണ് ഇത് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടേണ്ടത്. 150 ml കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, കാരണം അത്രയും വെള്ളം നമ്മളെ ഉള്ളിലേക്ക് പോവും. അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ തന്നെ അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? പക്ഷേ എൻ്റെ ഗ്ലാസ്സിന് കുറച്ച് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. എങ്ങനെ ഡിസോൾവ് ആവും, സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇത് ഡിസോൾവ് ആവിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ അത് അവിടുന്ന് ഡിസോൾവ് ആവട്ടെ. അതിനു മുമ്പ് നമ്മൾ ഗ്ലൂട്ടത്തയോൺ എടുക്കുമ്പം നല്ല ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടത്തയോൺ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ചൈനീസ് ഗ്ലൂട്ടത്തയോണൊക്കെ ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷിക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടത്തയോൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ജാപ്പനീസ് ഗ്ലൂട്ടത്തയോണാണ് ഉള്ളത്. ജാപ്പനീസ് പ്രോഡക്റ്റ്സ് തന്നെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ജാപ്പനീസ് ഗ്ലൂട്ടത്തയോൺ ഉള്ളതുകൊണ്ട് തന്നെ വേഗം റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് ക്ലിനിക്കലി പ്രൂവണാണ്, വീഗനാണ്, ഹലാൽ ഫ്രീ ആണ്. സോ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ ഡെയിലി 500 mg ടാബ്ലറ്റ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നമുക്ക് വേഗം റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് 2 ടാബ്ലറ്റ്സ് ഒന്നും ഒരു ദിവസം കഴിക്കാൻ പാടില്ല. ഒറ്റ ടാബ്ലറ്റ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഏത് സമയം വേണമെങ്കിലും നമുക്ക് കഴിക്കാം, ഭക്ഷണത്തിന് ശേഷം മാത്രം. പിന്നെ ഇതിൽ ഷുഗർ ആഡഡ് അല്ല. ആകെ ഇതിൽ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ ഷുഗർ മാത്രമേ ഉള്ളൂ. അതും വെറും 0.030 അത്ര മാത്രമേ ഉള്ളൂ. ഷുഗർ ആഡഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാറുണ്ട്, ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് നോക്കിയപ്പോൾ ഈ ഗ്ലൂട്ടത്തയോൺ നമ്മൾ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ നോക്കിയപ്പോൾ ഇതുവരെ അതിലുള്ള ഒരു സൈഡ് എഫക്റ്റ് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം യൂസ് ചെയ്യേണ്ട, നിങ്ങളും ഒന്നുകൂടി സെർച്ച് ചെയ്യുക. എന്തെങ്കിലും ഗ്ലൂട്ടത്തയോൺ നമ്മൾ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. ആകെ പ്രോബ്ലം അല്ല, ക്യാപ്സ്യൂൾ ടൈപ്പ് ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ മാത്രമുള്ള ആ ഒരു ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ ബ്ലോട്ടിങ്ങോ അങ്ങനെ അതും റെയർ പീപ്പിളിന് മാത്രം അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞാൻ ഭക്ഷണത്തിന് ശേഷം കഴിച്ചു, ഇതുവരെ കഴിച്ചു. ഞാൻ ഇപ്പോൾ ഒരു 3 weeks ആയിട്ട് കഴിക്കുന്നുണ്ട്. ഇതുവരെ എനിക്കൊരു പ്രോബ്ലം ഇല്ല. അപ്പം നമ്മളെ ആ ഒരു ടാബ്ലറ്റ് മൊത്തമായിട്ട് ഇതിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. കളർ കണ്ടില്ലേ? പിന്നെ ഈ ഒരു ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ സ്ട്രോബെറിയും ലെമണും ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ്. നമ്മളൊരു സോഡയിൽ ലെമണും സ്ട്രോബെറിയും ഒക്കെ ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് കുടിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒറ്റയടിക്ക് കുടിക്കണം എന്നൊന്നുമില്ല, കുറച്ചായിട്ട് കുടിച്ചാൽ മതി. അപ്പം ഞാനിപ്പം 3 weeks ആയിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ചേഞ്ചസ് ആണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പം ഇത് ഒരു 8 weeks കഴിച്ചാൽ മാത്രമേ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കിട്ടും. അത് ഇവരെന്നെ പറയുന്നുണ്ട്. 8 weeks കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാലാണ് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് വിസിബിളി കാണാൻ പറ്റും. ഇപ്പം ഞാൻ 3 weeks ആയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ റിസൾട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് റിസൾട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വന്ന റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ഇത് കഴിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞുതരാം. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മെലാനിൻ കണ്ടൻറ്റ് കുറച്ചിട്ട് കൊളാജിൻ കണ്ടൻറ്റ് ബൂസ്റ്റ് ചെയ്യും. ഈ മെലാനിൻ കണ്ടൻറ്റ് നമ്മളെ ബോഡിയിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്കിൻ ടോൺ ഡീപ്പ് സ്കിൻ ടോൺ ആവുന്നത്. ഈ കൊളാജിൻ കണ്ടൻറ്റ് കൂടുതലുള്ളവരാണ് ലൈറ്റ് സ്കിൻ ടോൺ ഉള്ളവർ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നമ്മുടെ മെലാനിൻ കണ്ടൻറ്റ് കുറച്ചിട്ട് കൊളാജിൻ കണ്ടൻറ്റ് ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോണിൽ നിന്ന് 1-2 ഷെയ്ഡ് ലൈറ്റ് സ്കിൻ ടോൺ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അതാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിനൊരു ഗ്ലോ കിട്ടും. അതുമല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കും. നമ്മുടെ ബോഡിയിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഒരു കളറാണെങ്കിൽ ഇവിടെ ഒരു വേറെ കളറായിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ ഒന്ന് ഈവൻ സ്കിൻ ടോൺ ആക്കാൻ ഇത് സഹായിക്കും. അതുമല്ലാതെ ഈ പ്രിമച്വർ ഏജിങ് ഉണ്ട്, ഭയങ്കര വ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ ഉള്ളത്, അതൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ 3 weeks ആയി വേറൊരു പ്രോഡക്റ്റും ഞാൻ എൻ്റെ ഫേസിൽ ഇടാറില്ല. ഫേസിൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ എനിക്ക് വിസിബിളി ചേഞ്ചസ് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഞാൻ ഫേസിൽ 3 weeks ആയിട്ട് എൻ്റെ സ്കിൻ കെയർ
പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പും ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ആഫ്റ്ററും. ഞാൻ 8 വീക്സ് കഴിച്ചാലേ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഞാനൊരു 3 വീക്സ് കഴിച്ചുകൊണ്ട് ഈ ഒരു 20 ടാബ്ലറ്റ്സ് കഴിച്ച ഡിഫറൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ സ്കിൻ ടോണിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇനി ഞാൻ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇനി യൂസ് ചെയ്യില്ല. എനിക്ക് ഈ ഒരു സ്കിൻ ടോണിൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നമ്മുടെ സ്കിൻ ടോണിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അല്ലാണ്ട് ഒരു സ്കിൻ ടോണിനും ഞാൻ മോശം രീതിയിൽ കാണുന്നില്ല. എല്ലാവരും അവരവരുടെ സ്കിൻ ടോണിൽ കുറച്ച് ഗ്ലോ ആയിട്ട് നിൽക്കാനേ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞിരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വ്യൂവേഴ്സിലും ഒരുപാട് ആൾക്കാർക്ക് സ്കിൻ ടോണ് അല്ലെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കുറച്ച് നല്ല രീതിയിൽ നമ്മൾ സ്കിന്നെ നോക്കണം എന്നുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആരും നെഗറ്റീവ് പറഞ്ഞിട്ട് വരരുത്. പക്ഷേ ഇപ്പം വേറൊരു പ്രോഡക്റ്റൊക്കെ ഞാൻ പറഞ്ഞതെങ്കിൽ അതൊന്നും ഫെയർ ആവാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു പ്രോഡക്റ്റ് എന്താണോ നമുക്ക് ചേഞ്ചസ് തരുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മെയിൻലി ഈ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് ഫെയർ ആവാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. സൈഡ് എഫക്റ്റീവ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. ഗ്ലൂട്ടത്തയോൺ നമ്മളെ ബോഡിയിൽ നിന്നുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് തന്നെയാണ്. ലിവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഗ്ലൂട്ടത്തയോൺ കയറുമ്പോൾ നമ്മുടെ ലിവർ ഫങ്ഷൻ കൂട്ടുന്നതാണ്. ഏതെങ്കിലും സെൽസൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് സെൽസൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നതാണ് ഈ ഗ്ലൂട്ടത്തയോൺ ചെയ്യുന്നത്. അല്ലാണ്ട് ഗ്ലൂട്ടത്തയോൺ കഴിച്ചുകൊണ്ട് നമുക്ക് ഫെയർനെസ് തരുന്നതല്ല, നമ്മുടെ ഡാമേജായ സെൽസിനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് തന്നെയാണ് ഗ്ലൂട്ടത്തയോൺ. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. നമ്മൾ ഈ ഫേഷ്യലൊക്കെ 2000-3000 കൊടുത്തിട്ട് ചെയ്യുന്നതിനും നല്ലതായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ മാത്രമാണ്. പക്ഷേ ഈ ഒരു ടാബ്ലറ്റ്സ് വാങ്ങിയിട്ട് നമ്മളൊരു 20 ഡേയ്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബോഡി മൊത്തത്തിലാണ് ചേഞ്ച് ആവുന്നത്. നമുക്കൊരു ഗ്ലോ തരും. ഈ മാരേജ് കഴിക്കാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമുക്കൊരു ഫങ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പം ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 2 മാസം മുന്നേ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ്സ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഇതായിരിക്കും കഴിക്കാൽ. അല്ലാണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യില്ല. കാരണം എനിക്ക് അങ്ങനെ ഫെയർ ആവണം എന്നൊന്നും തോന്നിയിട്ടില്ല. ഓൾറെഡി ഉള്ള സ്കിൻ ടോൺ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇതാണ് ഷീക്ക് ന്യൂട്രിക്സിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്നും സൈഡ് എഫക്ട്സ് ഇല്ല. ബട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പം കണ്ടതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള വുമൺ അല്ലെങ്കിൽ പ്രഗ്നൻസി വുമണ്, ആസ്മ രോഗികൾ, ഈ 3 ആൾക്കാർ ഇത് കഴിക്കാതിരിക്കലാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അവർ ഇത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് എനിക്ക് ഷീക്ക് ന്യൂട്രിക്സിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്കൊരു അടിപൊളി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിക്കൊണ്ട് എനിക്ക് നമ്മുടെ ഫാർമസിയിൽ കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷേ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നതായിട്ട് നല്ലത്. കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1980 രൂപയാണ് 20 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്സിന് വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഒരു പൈസ മുടക്കിയാൽ തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ട്. 8 വീക്സ് എന്തായാലും കഴിക്കണം. അപ്പോൾ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം 20%, 30% ഒക്കെ ഓഫർ എപ്പോഴും ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എൻ്റെ ഷെയ്മ10 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ എക്സ്ട്രാ 10% കിട്ടും. അപ്പം നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് 3% കുറച്ചിട്ട് കിട്ടും. പിന്നെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, ഷെയ്മ10 എന്നുള്ളത്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്നുകൂടി റിസർച്ച് ചെയ്യാം ഇതിനെക്കുറിച്ചിട്ട്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ തിരിച്ചു വരും. അതുവരേക്കും ബൈ.